ഹായ് നമസ്കാരം. എയിം സ്റ്റഡീസ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മൾ LGSമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് അടുത്തൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക, എന്നിട്ട് മാർക്ക് അവിടെ താഴെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കമന്റും കൂടെ ചെയ്യണേ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ LGSന്റെ പുതിയ ബാച്ച് എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും PSC ബുള്ളറ്റുമായുള്ള ബന്ധങ്ങളായ ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള ബാച്ചാണ്. അപ്പൊ അഡ്മിഷന് വേണ്ടി എന്ത് ചെയ്യുക, എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ 9446537080 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരുപാട് പേര് ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിച്ച സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതെല്ലാം റിസൾട്ടുകളാണ് കേട്ടോ. ഇതെല്ലാം എയിംസിൽ നിന്നും കേട്ടറ്റും അതുപോലെ LP UPയും ജനറൽ PSC എല്ലാം ജോലി കിട്ടിപ്പോയ വ്യക്തികളാണ്. അപ്പൊ നിങ്ങളും നാളെ അതിൽ ഓരോരുത്തരായിട്ട് മാറുക. അപ്പൊ അതിനു വേണ്ടിയുള്ള കഠിനമായ പരിശീലനം നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ജോലിയിൽ കയറിയവരുടെ ഏറ്റവും മികച്ച റാങ്കുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഏത് ചുരമാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ചംഗ്ല ചുരം, സോജില ചുരം, ഷിപ്കില ചുരം, നാദുല്ല ചുരം. ഏതവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി വരും അല്ലെ. എന്താണ്? ഷിപ്കില ചുരമാണ് വരുന്നത് അല്ലെ. ഹിമാചൽ പ്രദേശും ടിബറ്റും ഷിപ്കിലയാണ്. സോജിലയാണെങ്കിലോ ശ്രീനഗർ കാർഗിൽ വരും അല്ലെ. അതുപോലെ തന്നെ നാദുല്ലയാണെങ്കിൽ സിക്കിമും അത് ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണോ, കാഞ്ചൻജംഗയാണോ, നന്ദാദേവിയാണോ, മൗണ്ട് കേട്ടു ആണോ? അവിടെ എന്താണ് ചോദ്യം? ഇന്ത്യയിലാണ് അല്ലെ. അപ്പൊ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി, മൗണ്ട് കേട്ടു ആണ് എന്നോർത്ത് വെക്കുക അല്ലെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. ഉയരം 86.11 മീറ്റർ ആണ്. സ്ഥിതി ചെയ്യുന്ന എവിടെ ചോദിക്കുകയാണെങ്കിൽ കാരക്കോരം മലനിരകളിലാണ് എന്നും കൂടി ഓർത്തു വെക്കാൻ. 86.11. ദെൻ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്താണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്? ഏതായിരിക്കും അവിടെ ആൻസർ വരിക? കമന്റ് ചെയ്തേ. ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ഒരുപാട് പ്രാവശ്യം ചോദിച്ചാണ്. ഓപ്ഷൻ എ, തെക്കു ഭാഗത്താണ്. എവിടെയാണ്? തെക്കു ഭാഗത്താണ്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മളിപ്പോ പറഞ്ഞല്ലേ, ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൗണ്ട് കേട്ടു തന്നെയാണ്. 86.11 മീറ്റർ എന്ന് പറഞ്ഞു അല്ലെ. ഏതാണ്? കാരക്കോരമാണ്. എവിടെയാണ്? കാരക്കോരമാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ ജോഗ്രഫിയുടെ ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ദെൻ ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സിന്ധുയുടെ പോഷക നദി ഏതാണ്? യമുന, ഗോമതി, സത്ലജ്, മാനസ്? ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി, സത്ലജ് ആണ് അല്ലെ. ബാക്കി ഏതാണ് എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. യമുന, ഗോമതി, മാനസ് ഒക്കെ ഏതിന്റെയാണെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ സിന്ധുയുടെ ബാക്കി ഏതൊക്കെയാണ്? ചെലം, രവി, ബിയാസ്, ചെനാബ് അല്ലെ. ചെലം, രവി, ബിയാസ്, ചെനാബ്, സത്ലജ് ഒക്കെ ഏതിന്റെയാണ്? സിന്ധുവിന്റെ പോഷക നദിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, മ്യാൻമാർ? ഏതായിരിക്കും ആൻസർ? അത് സംശയമൊന്നുമില്ല അല്ലെ. ഏതാണ്? ചൈന തന്നെയാണ് അല്ലെ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറുതാണെങ്കിലോ അത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തി ആണെങ്കിലാണ് അത് ബംഗ്ലാദേശ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. എത്രയാണ്? 9 ആണ്. ദെൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? അവിടെ ആൻസർ കേരള, തമിഴ്നാട്, ഗുജറാത്ത് ഇവയൊന്നുമല്ല. ഏതായിരിക്കും അവിടെ ആൻസർ? ഓപ്ഷൻ സി അല്ലെ. എന്താണ്? ഗുജറാത്ത് ആണ് അല്ലെ. ഗുജറാത്ത്. ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ 9. ഏറ്റവും കുറവ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഗോവയാണ്. ഏറ്റവും കുറവ് ഏതാണ്? അത് ഗോവയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ 4 എണ്ണം ഉണ്ട് കേട്ടോ. 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയായിരിക്കും? ആൻഡമാൻ അല്ലെ,
കേന്ദ്രം 4 അതിൽ കൂടുതൽ മറ്റേ ഇത് ആൻഡമാനം കുറവാണെങ്കിൽ പുതുച്ചേരിയാണ് എന്ന് കൂടി ഓർത്തു വെക്കുക കേട്ടോ. കൂടുതൽ ആൻഡമാനം കുറവാണെങ്കിൽ പുതുച്ചേരി. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത്? പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത്? പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന ഏതായിരിക്കും അവിടെ? പാകിസ്ഥാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ചൈന. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ അല്ലെ, പാകിസ്ഥാൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Then ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏത്? വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന മലനിര. പൂർവഘട്ടം, സത്പുര, ആരവലി, വിന്ധ്യാപർവ്വതം. ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി വരും അല്ലെ. എന്താണ്? വിന്ധ്യാപർവ്വതമാണ് അല്ലെ. വിന്ധ്യ സത്പുര പർവ്വത നിരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? നർമ്മദ അല്ലെ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ അല്ലെ. ഡെക്കാൻ പീഠഭൂമിയെയും അല്ലെ ഗംഗാ സമതലത്തെയും വേർതിരിക്കുന്ന പർവ്വതം കൂടിയാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. ദെൻ 10ാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കു ഭാഗത്തുള്ള മലനിര ഏത്? ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കു ഭാഗത്തുള്ള മലനിര. പശ്ചിമഘട്ടം, സത്പുര മലനിരകൾ, മഹാദിയോ കുന്നുകൾ, പൂർവഘട്ടം. ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി അല്ലെ, പൂർവഘട്ടമാണ് അല്ലെ. വടക്കൻ അതിർത്തിയാണ് മധ്യ ഉന്നത തടം അല്ലെ. പടിഞ്ഞാറ് അതിർത്തിയാണെങ്കിൽ പശ്ചിമഘട്ടമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ അവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ അതവിടെ ശരിയല്ലേ? ശരിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറഞ്ഞാൽ അതും അവിടെ ശരിയാണ് അല്ലെ. ദെൻ കിഴക്കൻ തീര സമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീര സമതലത്തിന് വീതി അവിടെ എന്താണ്? കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? തെറ്റല്ലേ? അത് തെറ്റാണ്. എന്താണ്? കോറമണ്ടൽ തീര സമതലമാണ് അല്ലെ. ഇത് പടിഞ്ഞാറല്ല, എന്താ വരിക? കൊങ്കൺ തീരമായിട്ടാണ് വരുന്നത് അല്ലെ. അവിടെ വീതി എപ്പോഴും എന്തായിരിക്കും? കുറവാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ ഹിമാലയത്തിലെ ഏറ്റവും തെക്കടുത്തുള്ള പർവ്വതനിരയാണ് സിവാലിക് എന്ന് പറയുന്നത്. അത് അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇവിടെ ചോദിച്ചത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ സി മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കുറവാണ് കൂടുതലാണെന്നൊക്കെ എപ്പോഴും കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. LGSന്റെ ബാച്ച് നമ്മുടെ എയിംസിൽ ആരംഭിച്ചിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് ക്ലാസ്, റിവിഷന്, SCERT NCERT കണ്ടന്റ്സ്, PDF മെറ്റീരിയൽസ്, PSC ബുള്ളറ്റിൻ, മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാം, കറന്റ് അഫയേഴ്സ് ഫോളോ അപ്പ്, മന്ത്ലി എക്സാംസ് എല്ലാം ഉണ്ട് കേട്ടോ. ദെൻ മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? മൊളാസിസ് ബേസിസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി മിസോറാം ആണ് അല്ലെ. ഏതാണ്? മിസോറാം. ബോട്ടണിസ്റ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശാണ് കേട്ടോ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശ് അല്ലെ. കടുവ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നൊക്കെ എന്താണ്? ആസാം ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് ഏതാണ്? സിലോൺ കടലിടുക്ക്, മന്നാർ കടലിടുക്ക്, അറബിക് കടലിടുക്ക്, പാക് കടലിടുക്ക്. അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും പറഞ്ഞാൽ എന്ത് ചെയ്യും? പാക്കാണോ? ഡൗട്ട് അടിക്കണ്ട, അതന്നെയാണ് ആൻസർ. ഓപ്ഷൻ ഡി പാക് കടലിടുക്ക് തന്നെയാണ് അല്ലെ. കന്യാകുമാരി ശ്രീലങ്കയാണെങ്കിൽ എന്ത്? മാനാർ കേട്ടോ. അതൊന്ന് ഓർത്തു വെക്കുക. ആൻഡമാൻ നിക്കോബാർ 10 ഡിഗ്രി ചാനലും ഇന്ത്യ മാലദ്വീപ് ആണെങ്കിൽ അത് 8 ഡിഗ്രി ചാനലാണ് എന്നും കൂടി ഓർത്തു വെക്കണേ. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചോളൂ. ഒരു ഓഡ് വൺ ഔട്ട് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് എന്തായാലും പ്രതീക്ഷിച്ചോളൂ. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഏതൊക്കെയായിരിക്കും? ഇന്ത്യയെ കൂടാതെ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അല്ലെ. ഏതാണ്? നേപ്പാൾ അല്ലെ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ എത്ര ജോഡികൾ ശരിയായിട്ടുള്ളത്? എന്തായാലും താഴെ
ഒരു 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ജോഡി മാത്രമാണ് ശരിയായിട്ടുള്ളത്? ബനിഹ, ലിപ്പുലക, റോങ് താങ്, ഷിപ്കില. ഇത് ഏതൊക്കെയാണ്? 1 ജോഡി മാത്രം, 3 ജോഡി മാത്രം, 2 ജോഡി മാത്രം, ജോഡിയില്ല. ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാ പറയാ? ഓപ്ഷൻ ബി വരും അല്ലെ. ഇവിടെ 2 ജോഡി മാത്രമാണ് എന്താണ് അവിടെ ശരിയായിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് എന്നും കൂടി നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഏതൊക്കെയാണ് എന്നും കൂടി താഴെ ഇവിടെ കമന്റ് ചെയ്യുക. ഓക്കെ, 16ാമത്തെ ചോദ്യം, ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, മീസോ കുന്നുകൾ. ഏതൊക്കെയാ പറയാ? അതൊക്കെ എന്നും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ. ഏതൊക്കെയാ പറയാ? കാരക്കോറം വരും, ലഡാക്ക് വരും, സസ്കർ വരും. ഓപ്ഷൻ ബി അല്ലേ വരിക? ഓപ്ഷൻ ബി. 1, 2, 3 മാത്രമാണ് അവിടെ ശരിയായിട്ട്. ടിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായ മലനിരകളിനെയാണ് എന്ത് പറയാ? ട്രാൻസ് ഹിമാലയം എന്ന് പറയാ അല്ലെ. പ്രധാനമായിട്ട് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരും ലഡാക്കും ആണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. ടിബറ്റിലെ കൈലാസം സ്ഥിതി ചെയ്യുന്ന ഈ മലനിരകളിലാണ് എന്നും കൂടി ഓർക്കണേ. മാൽവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ആനമുടി, ദൊട്ടാബട്ട, മഹേന്ദ്രഗിരി കുന്നുകൾ, മൗണ്ട് അബു. ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക? മൗണ്ട് അബു ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പശ്ചിമഘട്ടത്തിലാണെങ്കിൽ ആനമുടി അല്ലെ, പൂർവ്വഘട്ടത്തിലാണെങ്കിൽ ജിന്താഗഡയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ദിരാ പോയിന്റ്, കന്യാകുമാരി, ഇന്ദിരാകോള്, തിരുവനന്തപുരം. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ ബി കന്യാകുമാരിയാണ്. ഏതാണ്? ഓപ്ഷൻ ബി കന്യാകുമാരിയാണ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉപദ്വീപീയ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്ന ആഗ്നേയ ശിലകളെ കൊണ്ടാണ്. അത് അവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയാണോ? അല്ല അല്ലെ. അതെന്താണ്? അവിടെ തെറ്റായിട്ടുള്ളതല്ലേ അല്ലെ. ആഗ്നേയ കായാന്തര ശിലകൾ കൊണ്ടാണ് നിർമ്മിതം. 20ാമത്തെ ചോദ്യം, ഉപദ്വീപ പീഠഭൂമിയെ കുറിച്ച് ശരിയായ പ്രസ്താവന. ഉപദ്വീപ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്ന ആഗ്നേയ ശിലകൾ കൊണ്ടാണ്. അതവിടെ ശരിയല്ലേ? ശരിയാണ് അല്ലെ. ആഗ്നേയ കായാന്തരിക ശിലകളാൽ നിർമ്മിതമാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപ പീഠഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അതും അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഉപദ്വീപ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അതെന്താണ്? അത് തെറ്റാണ്. 5 ലക്ഷമല്ല, 15 ലക്ഷമാണ്. അപ്പൊ അതവിടെ തെറ്റല്ലേ. നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രമരഹിതമായ ചതുരാകൃതിയിലുള്ള ഭൂവിഭാഗമാണ്. അത് തെറ്റാണ്. ചതുരാകൃതിയുമല്ല. എങ്ങനെയാണ്? ത്രികോണമാണ് കേട്ടോ. ത്രികോണമായിട്ടുള്ളതാണ്. അപ്പൊ അതും അവിടെ തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ആൻസർ ഏതാ വരിക? 1, 2 അല്ലെ. ഇവിടെ താഴെ ഓപ്ഷൻ ബി ഉണ്ട്. അവിടെ ശരിയായിട്ടല്ല. അപ്പൊ 1, 2 മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏത്? ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ. ഇങ്ങനൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക? ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോ. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിക്കപ്പെടുന്ന പീഠഭൂമി ഏത്? ഏതായിരിക്കും അവിടെ? ഡക്കാൻ, മാൾവ, ഛോട്ടാ നാഗ്പൂർ, മേവർ. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി അല്ലെ. ഛോട്ടാ നാഗ്പൂർ ആണ്. ആനമുടിയുടെ നീളം എത്രയാണ്? 2695 മീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ്. ശ്രദ്ധിക്കുക, മീറ്റർ ആണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഏത് സംസ്ഥാനത്താണ് നന്ദാദേവി? ഓപ്ഷൻ എ അല്ലെ, ഉത്തരാഖണ്ഡ് ആണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഏതായിരിക്കും? ഡക്കാൻ പീഠഭൂമി, ഉത്തര മഹാസമതലം, തീരസമതലങ്ങൾ, ഹിമാലയം പർവ്വത മേഖല. ഏതായിരിക്കും നട്ടെല്ല്?
ഓപ്ഷൻ ബി അല്ലെ, ഉത്തരമഹാസമതലമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. താഴെ LGSന്റെ സൗജന്യ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ എയിംസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രം ക്ലാസ്സുകൾ ലഭിക്കുള്ളൂ കേട്ടോ. നന്ദി, നമസ്കാരം.